എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നോ? ദൈവം സഹായിച്ചുകൂടി സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമേ തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ പ്രൈസമ്മോൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ ആർക്കും സെപ്പറേറ്റ് പോയി കമൻറ്റ് ഇട്ടില്ല ഇതുവരെയും, പക്ഷേ കമൻറ്റ് വായിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അവൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പനി കുറവുണ്ട്. ഇന്ന് ഞാൻ അവനെ വിട്ട് ഈ വിടാത്തതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ അവൻ്റെ നമ്മളിപ്പോൾ ഒരു ദിവസം ക്ലാസ്സിൽ പോയില്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിക്കുകയാണെങ്കിൽ ആ അഡ്മിൻ നല്ല ഇതായിരുന്നു, നല്ല ആക്റ്റീവുള്ളൊരു ലേഡിയായിരുന്നു. നമുക്ക് ആരെങ്കിലും തന്നില്ലെങ്കിൽ അവർ വന്ന് കമൻ്റ് ഇട്ട് പറയും ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന അന്നേരം ആൾക്കാർ ഇങ്ങനെ കൊടുക്കും. ഇതിപ്പം പുതിയ ഒരു റീച്ചാനോടാവാൻ പറഞ്ഞ് റീച്ചാന്നേരം ഈ PTA മീറ്റിങ്ങിനൊക്കെ എപ്പോഴും ഇടയ്ക്കൊക്കെ പോകേണ്ടതായതുകൊണ്ട് റീച്ചാനായില്ല. അപ്പം വേറൊരു പുള്ളിക്കാരന് അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുള്ളതുകൊണ്ട് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇവൻ പോകാഞ്ഞ്. എന്നാൽ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ കൊടുക്കും, ഉടനെ കൊടുക്കും. അവരോട് തിരിച്ചു ചോദിച്ചാൽ ഈ പിള്ളേർ പറയും ഞങ്ങൾ വെളിയിലാതായതെന്നൊക്കെ പറയും. അതുകൊണ്ട് ഒരു ദിവസം പോയില്ലെങ്കിൽ ഈ നോട്ട്സ് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ടീച്ചർ കറക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ചിലപ്പോൾ റിമാർക്ക് കൊടുക്കും, അങ്ങനെയൊക്കെയുണ്ട്. അതുകൊണ്ടാണ് ഞാനങ്ങ് വിട്ടതിന്ന്. പക്ഷെ ആൾ സ്കൂളിൽ നിന്ന് വന്നിട്ടും ഒന്നും കഴിക്കാൻ അങ്ങോട്ടൊരു മനസ്സില്ല. കണ്ണൊക്കെ കണ്ടാൽ ചുമന്നിരിക്കും, ഒരു ആക്റ്റീവില്ല. അവൻ്റെ ഇന്ന് അവന് ബർത്ത്ഡേ ആയതുകൊണ്ട് അവന് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അവൻ്റെ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചത്. അതൊന്നും അവൻ കഴിച്ചില്ല. പിന്നെ കമൻറ്റ് വായിച്ചപ്പോഴെന്ന് ഒരു കമൻ്റ് അതി വന്നേ. ഞാനിപ്പോൾ ഇത് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ തന്നെ നിങ്ങളെല്ലാവരും കമൻറ്റ് നോക്കി വായിക്കുന്നവരാണ്. കാരണം എനിക്ക് ചിലരുടെ കമൻറ്റ് വരുമ്പോൾ അറിയാം, എല്ലാവരും എനിക്ക് വരുന്ന കമൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന് ഞാനെല്ലാം മുട്ടക്കാരൻ്റെ എനിക്ക് പുള്ളിക്കാർ പറഞ്ഞതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, ഉള്ള കാര്യം പറയാം. അപ്പം ഞാനും എൻ്റെ കാര്യം പറയണ്ടേ, റീസൺ പറയണ്ടേ. അപ്പോൾ ഒത്തിരി ഒരു എസ്സേ ഉള്ളതുകൊണ്ടാണ് ഞാനത് പോയി വായിച്ച് നോക്കിയത്. ഒത്തിരി സമയം എടുത്താണ് കമൻ്റ് ഇട്ടത്. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ ഈ മുട്ടക്കാരൻ കൊണ്ടുവരുന്നത് അന്ന് പുള്ളി 260 രൂപ പറഞ്ഞോണ്ടേ, പിന്നെ വെളി പറഞ്ഞോണ്ടേ 235 കൊണ്ടുവന്നു. അപ്പോൾ 10-15 രൂപയാണെങ്കിൽ പോട്ടെ വീട്ടിൽ കൊണ്ടുവരുന്നതെന്ന് പറയാം. നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഈ സമയത്ത് എന്തിനാ വിലയില്ലാത്തത്? നമ്മളൊരു പച്ചക്കറി വാങ്ങിക്കി ഒരാഴ്ച പോവുകയാണെങ്കിൽ തന്നെ ഒരു 1000 രൂപ ഇല്ലാതെ നമുക്ക് പോകാൻ ഒക്കത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് മോൻ്റെ ബർത്ത്ഡേ അല്ലായിരുന്നു, ഒരു ചായ പാവം കുടിച്ചോട്ടെന്നൊക്കെ ചിന്തിക്കാൻ. ഇത് അവൻ്റെ ബർത്ത്ഡേ ദിവസമുള്ള സംഭവമല്ല, ഇത് കഴിഞ്ഞ ആഴ്ചത്തെ സംഭവം. ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇത് തലേന്നത്തെ വീഡിയോ അല്ല ഞാൻ ഇടുന്നത്. ഞാൻ ചില ദിവസം വീഡിയോ ഇടാത്തത് ദിവസവും സൺഡേ ദിവസമൊക്കെ ആകുമ്പോൾ ഈ വീഡിയോ പെൻഡിങ് ആവും. അതുകൊണ്ട് നേരത്തെ വീഡിയോ ആണ്, അത് നേരത്തെ എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഞാൻ ഈ നിങ്ങളോട് പറയുന്നത് തലേ ദിവസമാണെന്നേ ഉള്ളൂ, വീഡിയോ ഇടുന്നേരം തലേന്നേ ഉള്ളൂ. അപ്പോൾ കൊച്ചിൻ്റെ ബർത്ത്ഡേയുടെ എന്നല്ല, നമ്മളിപ്പം ബർത്ത്ഡേ ആണെങ്കിലും കൊടുക്കേണ്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കും. പുള്ളി ഇപ്പോൾ 25 രൂപ എനിക്കത് ഇത്തിരി കൂടുതലായിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ എത്രമാത്രം ഈ വയ്യാതെ കഷ്ടപ്പെട്ട് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, എനിക്ക് പുള്ളിക്കാരി പറഞ്ഞത് നീരസമില്ല, പുള്ളിക്കാരി ചെയ്യുന്ന രീതിയായിരിക്കും പുള്ളിക്കാരി പറഞ്ഞത്. ഞാനും ചെയ്യും, പക്ഷേ 25 രൂപയൊക്കെ വെറുതെ നമുക്ക് കൊടുക്കാൻ വീട്ടിൽ കൊണ്ടുതരുന്നേ 10-15 ആണെങ്കിൽ പോട്ടെ കൊടുക്കാമെന്ന് വെക്കാം. വീട്ടിൽ കൊണ്ടുവരുന്നതാണെന്നും പറഞ്ഞും ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടി ഒക്കെയാണ് എനിക്കൊരു 25 രൂപ ലാഭം കിട്ടുന്നത് ഞാൻ അച്ചാർ വിറ്റ്. അപ്പം നമുക്ക് അത്രയും അങ്ങ് സാമ്പത്തികം ഉണ്ടെങ്കിൽ ഇക്കാലത്ത് സാമ്പത്തികം ഉള്ളവർ കൊടുക്കത്തില്ല, ഇല്ലാത്തവരേ കൊടുക്കത്തുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഒരു കൈ നമ്മൾ കൊടുത്തിട്ട് മറ്റേ കൈ വലത്തെ കൈ കൊണ്ട് കൊടുക്കുന്ന ഇടത്തെ കൈ അറിയില്ലെന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇപ്പം എൻ്റെ ഇവിടെ ഈ സ്നാപിറ്റിലെ പിള്ളേർ വരുന്നു, ആ കൊച്ചുങ്ങൾ വരുന്നതിന് അതുങ്ങൾക്ക് എൻ്റെ മനസാക്ഷി ഓർത്ത് ഡ്രസ്സാണേലും. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു വന്ന് അതിൻ്റെ സിറ്റുവേഷൻ വേറൊരു കൊച്ചു പറഞ്ഞാൽ, കാരണം ഇപ്പം വരുന്നുടനെ ഇങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥ മറ്റുള്ളവരെല്ലാം ഒരു കൂട്ടുകാരല്ലേ. അപ്പോൾ ആ കൊച്ചിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ ഇടാത്ത എനിക്ക് കിട്ടിയ 2 നൈറ്റി ഉണ്ടായിരുന്നു. അത് ഞാൻ പറയുവാ നിങ്ങളോട് കാരണം ഇങ്ങനെ പുള്ളിക്കായി പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞേ കേട്ടോ. കൊടുക്കേണ്ട അടുത്തൊക്കെ ഞാൻ കൊടുത്തു. പിന്നെ ഇതുങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി വെള്ളം നാസ്ത എന്തുവാന്ന് വെച്ചാൽ ഉള്ള സമയത്ത് എന്തെങ്കിലും. കഴിഞ്ഞ ദിവസം ആണെങ്കിലും ഇവിടെ വേറെ ആൾക്കാർ വന്ന സമയത്ത് സമോസ വാങ്ങിച്ചായിരുന്നു. അപ്പം ആ കൊച്ചിനോട് ഞാൻ പറഞ്ഞു, നീ അവിടെ ഇരുന്ന് ചായയും കുടിച്ചാൽ സമോസയും തന്നാൽ കഴിക്കുമെന്ന് ചോദിച്ചു. കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു. ഇപ്പോൾ ഇയാൾ 25 രൂപയൊക്കെ കൂട്ടി എനിക്ക് കൊടുക്കാനായി എനിക്ക് നിവർത്തിയില്ല, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ എന്നോട് പുള്ളിക്കാർ പറഞ്ഞു, ഇയാൾ മുട്ടയുടെ കാര്യം ഇത് 2ാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്, പുള്ളി കൊണ്ടിരുന്നത് നല്ല മുട്ടയെല്ലാം ഒന്ന് തന്നെ. പക്ഷേ അങ്ങാരുടെ ആ ട്രേക്കകത്ത് ഈ പൂട ഉള്ളതുകൊണ്ട് എനിക്കൊരു മനസ്സിന് ഇതായതുകൊണ്ട്, കോഴിപ്പൂട ഉള്ളതുകൊണ്ട്, കാരണം അത് ഹോൾസെയിൽ ഇങ്ങനെ മുട്ടക്കട ആയതുകൊണ്ട് ഇഷ്ടം പോലെ
ഇങ്ങനെ സെറ്റ് ഇരിക്കുന്നതായിരിക്കും. പക്ഷേ ഈ പുള്ളി അവിടുന്ന് വാങ്ങിക്കുന്ന മുട്ട ഈ മുട്ടയായിട്ടും വ്യത്യാസമുണ്ട്. ഈ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന മുട്ട വെറും പൂഞ്ഞാണി മുട്ടയാണ്. ഇതെന്ന് പറയുന്നത് വലിയ മുട്ടയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പുള്ളിക്കാർ പറഞ്ഞത് എനിക്ക് നീരസമൊന്നുമില്ല, പക്ഷേ എൻ്റെ മറുപടി എനിക്ക് അത്ര എഴുതാൻ പറ്റാത്തത് കൊണ്ടും പിന്നെ നിങ്ങളെല്ലാവരും ഇത് വായിക്കുകയും ചെയ്യും. അപ്പം ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞു, എനിക്കിപ്പോൾ 25 രൂപയൊന്നും എക്സ്ട്രാ കൊടുക്കാനില്ല കേട്ടോ. പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ ബുദ്ധിമുട്ട്, നമ്മളുടെ ഇൻകം നമുക്കറിയാം. അതനുസരിച്ച് ഇങ്ങനെ ഓരോരുത്തർക്കും വീട്ടിൽ കൊണ്ട് തരുന്ന നമ്മൾ 25-30 രൂപ പറയുന്നതനുസരിച്ച് നമ്മളെടുത്ത് ആ ഓട്ടമെന്ന് പറയാൻ എന്നെയും കൊണ്ട് പറ്റത്തില്ല കേട്ടോ. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ അച്ചാറിടുന്നതാണെങ്കിലും എൻ്റെ നടുവിൻ്റെ പ്രശ്നം എന്തായാലും നിങ്ങൾ എനിക്ക് ബിജിക്ക് ആവശ്യം ഉണ്ടായിട്ടാണ്. എനിക്ക് ആവശ്യം ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു അച്ചാർ ഇപ്പം ഞാൻ കൊടുക്കുക വില കുറവ്. ഇപ്പം ബീഫിന് 500 രൂപ കിലോ. അപ്പോൾ ഇത്രയും നാൾ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് 1400 രൂപയ്ക്കാണ്. ഇപ്പം ഞാൻ 1500 ആക്കി. കാരണം ഞാൻ 1 കിലോ ബീഫ് എനിക്ക് വേണമെങ്കിൽ 1.5 കിലോ ബീഫ് വാങ്ങിച്ച് അച്ചാറിട്ടാലേ എനിക്ക് 1 കിലോ കിട്ടും. അപ്പം നിങ്ങൾ തന്നെ കണക്ക് കൂട്ട്, 1.5 കിലോ ബീഫിൻ്റെ വില എത്ര, അതിന് നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നല്ലെണ്ണയുടെ ഇഞ്ചി ആണെങ്കിലും ചില സമയത്ത് ഇപ്പോൾ സീസൺ ഇഞ്ചിക്ക് വില ഉള്ളതുകൊണ്ട്, പിന്നെ നമ്മളുടെ ഗ്യാസിൻ്റെ എല്ലാം നിങ്ങളൊന്ന് കണക്ക് കൂട്ട്. ഈ വാങ്ങിക്കുന്ന ഡബ്ബ ഇതെല്ലാം. അപ്പോൾ നമ്മൾ ലിസ്റ്റ് ഇട്ട് കൊടുക്കും, ഇത്രയുമോ എന്നൊന്ന് ചിന്തിക്കും. അപ്പം നമുക്കതിൽ കിട്ടുന്ന 1 കിലോയിൽ നമുക്ക് കിട്ടുന്നത് എൻ്റെ ഒരു കൂലി ഞാൻ എടുക്കണ്ടേ, 100, 150, 200 രൂപ. അതേസമയം നമ്മളൊരു 10 കിലോയൊക്കെ ഇട്ടിട്ട് അത് മൊത്തം അങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു അതിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും. ഇതിപ്പോൾ ഓരോ കിലോ 3 കിലോയൊക്കെ ഇട്ട് നമുക്ക് കുറേശ്ശെ പോകുമ്പം കിട്ടത്തില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് പുള്ളിക്കാരി ഞാൻ ചെയ്തത് തെറ്റാ, പുള്ളിക്കാർക്കൊരു നീരസമായെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് പക്ഷേ നീരസമായില്ല. ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞു, പുള്ളിക്കാരുടെ അവസ്ഥ പറഞ്ഞു. അങ്ങനെ അവരൊക്കെ 25 രൂപയോ 30 രൂപയോ കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്നവരായിരിക്കും. ഈവൻ എൻ്റെ കയ്യിൽ നിന്ന് അച്ചാർ വാങ്ങിക്കുന്നവർ തന്നെ 5 രൂപയോ 10 രൂപയാണെങ്കിലും അവർക്കത് വിലയുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ ബോംബെയിൽ ഇവർ ആദ്യം ഞങ്ങൾ കൊറിയർ ചാർജ് കൊടുത്തുകൊണ്ടിരുന്നത് 1/4 കിലോ ആണെങ്കിലും 1/2 കിലോ ആണെങ്കിലും 100 രൂപയായിരുന്നു നമ്മൾ കൊറിയർ ചാർജ് ഈ മുംബൈയിൽ അവർ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് സ്ഥിരമായത് കൊണ്ട് നമുക്ക് 90 രൂപ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു 10 രൂപയ്ക്ക് വരെ ഓരോരുത്തർ കൊറിയർ ചാർജ് ഇത്രയാണോ ഇന്ന് ബോംബെയിലല്ലയോ എന്ന് ചോദിക്കും. അപ്പോൾ ആ സ്ഥാനത്ത് ഞാൻ ചെയ്തത് എനിക്ക് തെറ്റായിട്ട് തോന്നിയില്ല. 10-15 രൂപയാണെങ്കിൽ അങ്ങനെ ആകുമ്പോഴും 10-15 രൂപ ഞങ്ങളിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചോദിക്കുന്നുണ്ടെ 15 രൂപയൊക്കെ കുറവാണെങ്കിൽ നമ്മൾ പുള്ളിക്കാരൻ്റെ ഇതിപ്പോൾ 25 രൂപയൊക്കെ ഒറ്റയടിക്ക് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് വിഷമമൊന്നുമില്ല പറഞ്ഞത്. അത് ഞാൻ എൻ്റെ റീസൺ പറഞ്ഞു, പുള്ളിക്കാരുടെ റീസൺ പറഞ്ഞു കേട്ടോ. ഓക്കെ, പുള്ളിക്കാരിക്കും നീരസം തോന്നുന്നുണ്ടോ? എനിക്കും നീരസം തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞതിൽ പുള്ളിക്കാരി വിഷമമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ 2-3 വീഡിയോ ഇരിപ്പുണ്ട്. അത് ഞാൻ ഇടാതെ ഇന്ന് പ്രൈസമ്മോൻ്റെ ബർത്ത്ഡേയുടെ വിശേഷം അത് ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കി എന്തോന്നുള്ളൊക്കെ ഇതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഇഡലിക്ക് വേണ്ടി അരച്ച് വെച്ച് പിള്ളേർക്ക് ടിഫിൻ കൊടുക്കാൻ മസാല ഇഡലിയാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ ബാക്കിയുള്ളവർക്ക് നോർമൽ ഇഡലി. അപ്പോൾ അതിൻ്റെ സാമ്പാറെന്ന് പറയുന്നത് നമ്മൾ കഷ്ണങ്ങളൊന്നും അധികം ഇല്ലാത്ത സാമ്പാറുണ്ടല്ലേ, മത്തങ്ങ ഇട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ അകത്ത് ചട്ടിക്കകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് ഞാനിപ്പോൾ മത്തങ്ങ ഒരു 1/2 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മത്തങ്ങയും ടൊമാറ്റോ ഞാൻ ഇത് പുളി ചേർക്കുന്നില്ല, ടൊമാറ്റോ അങ്ങ് ചേർക്കുക. ടൊമാറ്റോയുടെ പുളി ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ വാളംപുളി പിഴിഞ്ഞ് ചേർക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഇതൊരു 1/2 കിലോ മത്തങ്ങയ്ക്ക് വേണ്ടി ഞാൻ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ മുളക് പൊടി ചേർത്തേക്കുന്നത് പിരിയം മുളക് പൊടിയാണ്. അപ്പോൾ ഇതിനാവുമ്പം നമ്മുടെ കാശ്മീരിയുടെ കൂട്ട് കളർ കിട്ടത്തില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കൊഴുപ്പിന് വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ നിറച്ചെടുത്തില്ലേ ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ മത്തങ്ങയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 വിസിലടിച്ചെടുക്കും. പിന്നെ പരിപ്പ് കൂടെ ചേർത്തിട്ടിട്ട് ഇന്ന് എൻ്റെ കുക്കറിന് വിസിൽ വരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം അതൊന്ന് ഊരി നോക്കി, വാഷറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, എന്നിട്ടും ശരിയായില്ല. അപ്പം വാഷറിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് ആ വാഷർ എടുത്ത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഫ്രീസറിൽ വെച്ചിട്ട് ഈ വാഷർ ലൂസാവുകയാണെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ കുക്കർ ഇങ്ങനെ അടപ്പിലിട്ട് ചെയ്യുവാണെങ്കിൽ അത് ശരിയാവും. ഇനി ഞാൻ പിന്നെ അത് ഫ്രീസറിൽ വെച്ചിട്ട് കുക്കറൊന്നും ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം എന്തോ ആയെന്ന്.
ഇന്ന് ഞാൻ 2 ഇഡലി പാത്രം എടുത്തിട്ടുണ്ട്. ഒരിടയ്ക്ക് ഞാൻ ഒരെണ്ണേ യൂസ് ചെയ്യുന്നുള്ളായിരുന്നു. ഈ സ്റ്റീൽ പാത്രത്തിനെ അങ്ങ് മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയിലെല്ലാം കഴുകി ഞാൻ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ രാവിലെ ആകുമ്പോൾ എളുപ്പമായിരുന്നു. അപ്പോൾ സാമ്പാറിൻ്റെ അകത്ത് നമ്മുടെ സാമ്പാറിന് ഞാൻ ലാസ്റ്റ് കടുക് കൂടെ വറുത്ത ഈ സമയത്താണ് ഞാൻ കായപ്പൊടി ചേർത്തത്. ഏതാണ്ട് കാശ്മീരി മുളക് പൊടി ചേർക്കാഞ്ഞത് കൊണ്ട് അതിൻ്റെ കളർ കണ്ടു. അപ്പോൾ കടുക് വറുത്തൊണ്ണേ ഞാനൊരു ഇച്ചിരി കാശ്മീരി മുളക് പൊടി ചേർത്തായിരുന്നു. അല്ല, പിരിയമുളക് പൊടിയൊക്കെ ചേർക്കുവാണെങ്കിൽ അതിന് കളർ അങ്ങോട്ട് അത്ര വരുന്നില്ല. അപ്പോൾ സാമ്പാർ ഇവിടെ റെഡിയായേ. പിന്നെ മസാല ഇഡലിയൊക്കെ ഞാൻ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തായിരുന്നു. ഇപ്പം മസാല ഇഡലി ഇവിടെ റെഡിയായി. ചായയും റെഡിയായിരുന്നു. ഇനിയും ചായയും കൂടെ അവർക്ക് കൊടുക്കട്ടെ. അന്നേരം ഇഡലി ഇവിടെ റെഡിയായി. 2 ഇതിൽ വെച്ചുകൊണ്ട് ഇന്ന് ഞാൻ ദോശ ഉണ്ടാക്കിയില്ല. 2 എണ്ണത്തിലൂടെ അങ്ങ് ഇഡലി ഉണ്ടാക്കി വെച്ച്. ഈ സാമ്പാർ ഇവിടെ പോളിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ കോളേജിൽ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ് അവന് വേണ്ടായിരുന്നു, എന്നാലും 2 എണ്ണം അവൻ നിർബന്ധിച്ച് കഴിച്ചിട്ട് പോയി. അപ്പോൾ ഇഡലി എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴേ എല്ലാവർക്കും കൊടുക്കാനുള്ളത് കൊടുത്തു. ഞാനും പിന്നെ കഴിക്കാൻ എടുത്തു. വെളിയിൽ ഭയങ്കര മഴ നടക്കുന്നു. കൊച്ചിനെ കൊണ്ടുവിടാൻ പോയപ്പോഴും ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഈ പോകുന്ന സമയത്ത് മഴയാണെങ്കിൽ ഒരു വല്ലാത്ത ഇതാണ് കൊച്ചുങ്ങൾക്ക്. അന്നേരം ഞാൻ പനീർ പുലാവാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചിക്കൻ വാങ്ങിച്ചില്ല, കാരണം അവൻ ഒന്നാമത് ഫുഡ് അങ്ങോട്ട് എടുക്കുന്നില്ല. അവന് അല്ലാതെ തന്നെ നമ്മൾ ഫുഡ് കാണിക്കുന്നുണ്ടെങ്കിൽ അവന് വേണ്ട, എനിക്ക് വോമിറ്റിംഗ് സെൻസേഷൻ വരുന്നതാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇതിനു വേണ്ടി ഒരു വലിയ സവാളയൊന്ന് ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നുണ്ടേ. അപ്പം നാളെ എങ്ങാണം ഒന്നുകൂടെ ഒന്ന് ഡോക്ടറെ അടുത്തൊന്ന് കൊണ്ടുപോകാമെന്നും പറഞ്ഞിരിക്കുക. ഇപ്പം വൈറൽ ഫീവറാണ്. മിക്ക ആൾക്കാരും പറഞ്ഞ വൈറൽ ഫീവറാണ്. ഇപ്പം വരുന്ന പനിക്ക് തന്നെ കൗണ്ട് കുറയുക. അപ്പം കൗണ്ട് കൂടുന്ന ഞാൻ അങ്ങനെ പ്രൊമോഗ്രാനേറ്റൊക്കെ നമ്മുടെ മാതളനാരങ്ങയൊക്കെ കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഈ ഓമയ്ക്ക ഇതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. ഞാൻ ഉള്ളിയൊക്കെ ഇതിങ്ങ് വറുത്ത് കോരി അതിന് ശേഷം പിന്നെ ഇതിലേക്ക് പട്ട, 2 ബേ ലീഫ്, 2-3 ഗ്രാമ്പു, എന്നിട്ട് ഇതിലൊരു 1.5 മുറി സവാളയൊന്ന് ചേർത്ത് വഴറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് ബീൻസ്, ക്യാരറ്റ്, കുറച്ച് കാബേജും എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മട്ടർ, അതെല്ലാം കൂടെ ഒന്ന് ആദ്യം ഇട്ട് ഇത് 3 കൂടെ ആദ്യം ഇട്ട് ഇച്ചിരി ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ കാബേജ് ചേർത്ത് കൊടുത്തത്. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ബീൻസിന് ഇപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് വില? ഇവിടെ 1/4 കിലോ 40 രൂപ ബീൻസ്. ബാക്കി പച്ചക്കറിയൊക്കെ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചോണ്ടേ കുഴപ്പമില്ല, 20-30 1/2 കിലോ. ബീൻസിന് മാത്രം വില കൂടുതലായിരുന്നു. അപ്പോൾ കാബേജ് കൂടെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഇവന് സാബുദാണയുടെ നമ്മുടെ ചവ്വരിയുടെ പായസം അവനിഷ്ടമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, 1/2 ലിറ്റർ പാലിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ഇട്ടിട്ടുണ്ട്. ഇതിലേക്കൊരു 3-4 ഏലക്ക ചതച്ചതും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് ചവ്വരി ഒരു 3/4 മണിക്കൂറായി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഞാൻ ഏലക്ക പൊടി ലാസ്റ്റ് ചേർക്കും. എന്നാലും ഈ ഏലക്കയും കൂടി ഇപ്പോഴേ ചതച്ചിടുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പം ഞാൻ എടുത്ത സ്പൂൺ എന്തുവാണോ അതിൻ്റെ അകത്തൊരു വെള്ള പോലെ ഇരുന്നത്. ഞാൻ കുറച്ച് ഇതിൻ്റെ അകത്തൊരു പുതിയ എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. എനിക്ക് ഈ അടപ്രഥമൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം നമ്മുടെ പാസ്ത ഉണ്ടല്ലേ, മക്രോണി ടൈപ്പ്, സ്പ്രിങ് അല്ലാത്ത അത് ഒരു അര കപ്പ് ഞാനൊന്ന് വേവിച്ച്, അന്നേരം അത് നമ്മുടെ അടയുടെയൊക്കെ കൂട്ടി ഉള്ളൊരു കാണാനും തിന്നാൻ അങ്ങനെ അല്ലെങ്കിൽ അതുപോലൊക്കെ അല്ലേ. അപ്പം ഞാൻ അതൊന്ന് വേവിച്ച് വെച്ചു. അപ്പോൾ അതിൻ്റെ സ്പൂണാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടത്. ഞാനേ മറന്നുപോയി, നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് സെപ്പറേറ്റ് വറുത്ത് ചേർക്കാം. ഞാനിപ്പം വേറൊരു പാത്രം എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ വറുത്തിങ്ങ് കോരുക കേട്ടോ, കുറച്ച് അണ്ടിപ്പരിപ്പോടെ ചേർക്കാൻ. ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്ത് നമുക്ക് കോരണമായിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി ഇതിപ്പം വലിയ പാത്രം ആയതുകൊണ്ട് സൈഡിലോട്ടൊന്ന് ആക്കിയിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങ് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റൈസൊക്കെ അതിൻ്റെ അകത്തൊന്ന് ഇട്ട് കുറച്ച് നേരം ഒന്ന് ആ വെള്ളം ഒരിച്ചിരി വറ്റുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പനീർ ഇന്നിപ്പം വാങ്ങിച്ചതാണ്. റീച്ചാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ജിയോ മാർട്ടിൽ നിന്ന് വാങ്ങിച്ച്. അപ്പം ഞാൻ 2 പാക്കറ്റ് പനീർ 200-400 ഗ്രാമിൻ്റെ പനീർ വാങ്ങിച്ചായിരുന്നു. അപ്പം ഞാൻ പൊട്ടിച്ചപ്പോഴേ, അപ്പം നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്നത് അമൂൽ അല്ലെങ്കിൽ മിൽക്കി മിസ്റ്റിയുടെ അതൊക്കെ ആയിരുന്നു വാങ്ങിക്കുന്നത്. ഇതൊരു പുതിയ ടൈപ്പായിരുന്നു. ഞാനത് പൊട്ടിച്ചപ്പോഴേ ഒരു വല്ലാത്ത സ്മെല്ല്, കാരണം അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരെണ്ണം എടുത്തോണ്ട്, രണ്ടും ഡേറ്റ് 11/8/26
അപ്പോൾ ഒരെണ്ണത്തിന് ഭയങ്കര സ്മെല്ല്. ഞാനങ്ങനെ 3-4 പ്രാവശ്യം സാധാരണ ചില പനീറുകളൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ല് കാണും. കാരണം ആ വെള്ളം അതിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ വെള്ളം കാരണം ഈ പാലിൻ്റെ ഇതല്ലേ, അപ്പോൾ അത് ഇരുന്ന് ഇവർ ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിലും ഇവിടെ വരെ വരുന്നതിൻ്റെ ആയിരിക്കും, എനിക്കറിയത്തില്ല സംതിങ് എന്താ പ്രോബ്ലം എന്ന്. ഇതെന്തോ അതിൽ ഇത്രയും നാളിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ 3-4 പ്രാവശ്യം കഴുകി പിന്നെ ഇളം ചൂടുവെള്ളത്തിയിട്ട് എന്നിട്ടൊന്നും ആ സ്മെല്ല് മാറുന്നില്ല. ഒരെണ്ണം ഭയങ്കര സ്മെല്ല്, അതങ്ങ് മാറ്റി. ഞാൻ രണ്ടും ഒരേ ഡേറ്റ് ആയിരുന്നാലും ഒരെണ്ണത്തിന് കുഴപ്പമില്ല, ഒരെണ്ണത്തിന് കുഴപ്പമുണ്ട്. മറ്റേതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ വാങ്ങിച്ചതിൻ്റെ ബാക്കി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പിള്ളേർക്ക് പുലാവ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി, അതിനൊക്കെ ഒരു കുഴപ്പമില്ല. അത് ഞാൻ ആ പകുതി എടുത്തിട്ട് പകുതി ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പിന്നെ ഞാൻ റീച്ചാൻ വിളിച്ച് പറഞ്ഞ് എന്തുവാന്നുള്ളത് അറിയത്തില്ല, ഭയങ്കര ഒരു സ്മെല്ലെന്ന്. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഞാനത് ഇളം വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അരി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് ചേർത്തത്. റൈസിൻ്റെ അതിലും വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ കൊണ്ടുവരുന്നുണ്ട്, ഞാൻ ഇതിൻ്റെ ഇച്ചിരി എടുത്ത് പിള്ളേർക്ക് പുലാവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായി. ഞാൻ അത് കുക്കറിലാണ് വേവിച്ചത്, ഇച്ചിരിയും കൂടെ വെള്ളം വേണ്ടി വരുമെന്ന്. അപ്പം ഞാൻ ഇന്ന് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആ ഇലയും പട്ടയൊക്കെ ഇങ്ങ് എടുക്കുക ഞാൻ. എന്നിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഞാനിവിടെ ഒരു 3.5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി ഇത് മിക്സ് ചെയ്തിട്ട് അത് തിളച്ചൊന്ന് വരട്ടെ. തിളച്ച് ആ വെള്ളമൊക്കെ ഒരിത്തിരി ഒന്ന് വറ്റട്ടെ. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം ഞാൻ എൻ്റെ കയ്യിലിരുന്ന് നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയുണ്ടല്ലോ, അത് ഞാൻ പീസാക്കാതെ വറുത്തു. ബാക്കിയെല്ലാം ഞാൻ പീസാക്കിയും വറുത്തേ. എന്നിട്ട് തിരിച്ചും മറിച്ച് വിട്ട് അതൊക്കെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. അപ്പം പനീറൊക്കെ ഞാൻ തിരിച്ചും മറിച്ച് വിട്ടതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിങ്ങ് കോരിയെടുക്കുകയാണേ. അപ്പം നമ്മുടെ സാബുദാണയൊക്കെ ഒന്ന് ചവ്വരിയൊക്കെ ഒന്ന് വെന്ത് വന്നു. ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ പാസ്ത ഞാൻ വേവിച്ച് വെച്ചെന്ന്, അത് നന്നായിട്ടങ്ങ് വേവിച്ച് ആയിരുന്നേ, അപ്പോഴല്ലേ നമുക്ക് ആ അടയുടെ കൂട്ടൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് ഇട്ടൊന്ന് നന്നായി ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ശർക്കര ചേർത്തതേ, ഞാൻ ഇന്നാളി ശർക്കര ഉരുക്കി വെച്ചില്ലേ അതാണ് ചേർത്തത്. എന്നിട്ട് അതിൽ മധുരം ഇല്ലെങ്കിൽ പിന്നെ ശർക്കര അല്ലാത്തതിരിപ്പുണ്ട്, അതൊന്ന് കുറച്ച് ചേർക്കാമെന്ന് വെച്ച്. പിന്നെ ഞാൻ 1/2 കവർ പാലൂടെ അതിൻ്റെ അകത്ത് കുറച്ച് ശർക്കരയും കൂടെ അരിഞ്ഞത് ചേർത്ത് ഇതിൻ്റെ അകത്ത് ചേർത്തായിരുന്നേ. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യം 1/2 കവറിൻ്റെ അകത്ത് വെള്ളം മിക്സ് ചെയ്തും ചേർത്തു. പിന്നെ ലാസ്റ്റിൽ 1/2 കവർ വെള്ളം ചേർക്കാത്ത പാലും ചേർത്തേ. ടോട്ടൽ 1 ലിറ്റർ. അപ്പോൾ ഇതിപ്പോൾ ഇത്ര ലൂസാണേലും തണുക്കുന്നുണ്ടെങ്കിൽ ഇത് കുറേയും കൂടെ അങ്ങ് ഈ ചവ്വരിയും നമ്മുടെ പാസ്തയും കൂടെ ആകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. അപ്പം ഞാനിതിൽ ഇച്ചിരി മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് കൂടെ ഒന്ന് നെയ്യിൻ്റെ അകത്ത് വറുത്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഞാൻ ഇച്ചിരി പഞ്ചസാര ചേർത്ത് ഇത്തിരി ഏലക്ക ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ റൈസ് ഉണ്ടല്ലോ ആ മുകൾ ഭാഗം എല്ലാം വെള്ളമൊക്കെ വറ്റി ഞാൻ ആ സ്പൂണിൻ്റെ മൂടുവശം കൊണ്ടൊന്ന് കുത്തി നോക്കണേ. അടിയിലൊരിച്ചിരിയും ആ സ്പൂണിൻ്റെ അതിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം എൻ്റെ പാത്രം നല്ല ചൂട് തങ്ങി നിൽക്കുന്ന പാത്രം ആയതുകൊണ്ട് ഞാനങ്ങ് തീ ഓഫാക്കിയിട്ടേക്കുമായിരുന്നു ഒരു 10-15 മിനിറ്റോളം. അപ്പോൾ ആ ചൂടിലിരുന്നാണ് ചോറ് ബാക്കി വെന്തിങ്ങനെ വന്നത്, വെള്ളമൊക്കെ വറ്റി വന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രം എങ്ങനെയാണെന്നനുസരിച്ച് നിങ്ങൾ തീ ഓഫാക്കുക. പാത്രം ചൂട് തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ തീ അങ്ങ് ഇട്ടിട്ട് തന്നെ വെള്ളം വറ്റിച്ചെടുക്കണേ, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്തതുപോലെ ചെയ്താൽ. അപ്പോൾ ഞാൻ കുറച്ച് പനീർ ഇതിലിട്ടിട്ടുണ്ട്, ബാക്കി കുറച്ച് പനീർ ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് ഫോട്ടോ എടുക്കേണ്ടിയിട്ട്. ഉള്ളിയൊന്നും ഞാൻ ഇതിലിപ്പോൾ ചേർത്തില്ല, ഞാൻ വേറൊരു പ്ലേറ്റിലാണ് കാണിക്കുന്നത്. പിന്നെ എല്ലാം കൂടി ഇതിൽ ഇട്ട് നിങ്ങളിപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ എനിക്കിപ്പോൾ വീഡിയോ എടുക്കേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ അതിൻ്റെ അകത്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പായസം കണ്ടോ നല്ല ഇങ്ങനെ കുറുകി ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പം കുറേയും കൂടെ ആയിക്കോളും. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇത്തിരി ഡാഡിക്കും കൊച്ചന് കൊടുത്തിട്ട് ഒരു ചുണിയും കുടിച്ചുള്ളവൻ. ഒരാൾ ഇഷ്ടപ്പെട്ട് ഞാനിന്ന് ബർത്ത്ഡേ എന്നും പറഞ്ഞ് പനീർ പുലാവ് ഉണ്ടാക്കി. അവന് എന്തുവായിരുന്നടാ സാബുദാണയുടെ നമ്മുടെ ചവ്വരിയുടെ പായസം ഇഷ്ടം, അതുണ്ടാക്കി. പായസം ഒരിച്ചിണിയും കുടിച്ച് ഒന്ന് തിന്നിട്ട് ഇപ്പം ഞാൻ നിർബന്ധിച്ച് ഇപ്പോൾ രാത്രിയിലും ഇപ്പോൾ 9 മണിയായി കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കാതിരിക്കുക, നിർബന്ധിച്ച് ഒരു ആപ്പിൾ തീറ്റിക്കുക. അവനങ്ങോട്ട് ഫുഡ് അങ്ങോട്ട് എടുക്കാൻ ഇപ്പോഴും ഒരു മടി. പനി അങ്ങനെ അവൻ്റെ മുഖം കണ്ട കണ്ണൊക്കെ ചുമന്നൊക്കെ ഇരിക്കുക, പക്ഷെ പനി നോക്കിയിട്ട് അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ ഞാനൊരു പ്ലേറ്റിൻ്റെ അകത്ത് ഇച്ചിരി റൈസ് എടുത്തിട്ട് ഒന്ന് നമ്മുടെ സവാളയും
പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.